അവൻ പിടിക്കുന്ന കൈ അത് എന്റെ കൈയാണ്. ഇങ്ങനെ തൊടുമ്പോൾ അസുഖം ശിഫയാകും. അവൻ പിടിക്കുന്ന കൈ അത് എന്റെ കൈയായി മാറും, എന്റെ കൈയായി മാറും. അതുകൊണ്ടാ തങ്ങന്മാരോട് ഞങ്ങളൊന്ന് ദുആ ചെയ്യണേ എന്ന് പറയിപ്പിക്കുന്നത് വെറുതെയല്ല. സുഫിമാരെ കാണുമ്പോ വലിയ വലിയനെ കാണുമ്പോഴൊക്കെ ദുആ ചെയ്യണേ, ഒന്ന് തല തടവുന്നതും തൊടുന്നതും ഒക്കെ ഇതിന്റെ ഭാഗമാണ്. അവൻ പിടിക്കുന്ന കൈ എന്റെ കൈയായി മാറും. അവൻ നടക്കുന്ന കാല് അത് എന്റെ കാലായി മാറും. അവന് ദീർഘമായ മൈലുകൾക്കപ്പുറത്തേക്ക് പോവേണ്ടി വന്നാലും നിമിഷങ്ങൾ കൊണ്ട് അങ്ങോട്ടേക്ക് നടന്നു പോവാൻ പറ്റും. സ്വഹീഹായ ഹദീസല്ലേ, റവാഹുൽ ബുഖാരി, ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ. തള്ളിക്കളയാൻ പറ്റും, നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റുമോ ഈ ഹദീസുകളൊക്കെ? എന്താണ് ഇതിന്റെ ഒക്കെ ആശയം? നമ്മൾക്കത് പറ്റും, നമ്മൾ നന്നാവണം. നമ്മളെ പരിശുദ്ധമായ സുന്നത്ത് നിസ്കാരങ്ങളും സുന്നത്തുകളും മുറുകെ പിടിക്കുന്നവരാകണം. ല്ലേ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അവൻ എന്ത് ചോദിച്ചാലും ഞാൻ അവന് കൊടുക്കുക തന്നെ ചെയ്യും. എന്ത് ചോദിച്ചാലും ഞാൻ അവന് കൊടുക്കുക തന്നെ ചെയ്യും. അവൻ എന്നോട് ചോദിക്കുകയാണ്, അവന് കുഞ്ഞില്ല, അല്ലാഹുവേ കുഞ്ഞിനെ കൊടുക്കണമെന്ന്. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ സമീപത്തേക്ക് ഒരാൾ കടന്നു വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ കുട്ടിയില്ല, ദുആ ചെയ്യണം. ഉസ്താദ് ദുആ ചെയ്തു, കുട്ടി ഉണ്ടായില്ല. പിന്നെ കുറെ 2 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വന്നു, പെണ്ണും വന്നു, ആണും വന്നു. ഉസ്താദെ കുട്ടിയില്ല, ദുആ ചെയ്യണം. ഉസ്താദ് പറഞ്ഞു, കുട്ടി ഉണ്ടാവാൻ അള്ളാഹുവിന്റെ തീരുമാനമില്ല, അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെ ഇല്ല. അപ്പോ അയാളും പെണ്ണും അവിടെ നിലത്ത് കൊണ്ടിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, ഉസ്താദ് ദുആ ചെയ്യണം, ഉസ്താദ് ദുആ ചെയ്യണം കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ദുആ ചെയ്തു, കുട്ടി ഉണ്ടായി, ഒരൊറ്റ കുട്ടി ഉണ്ടായി, ഒരൊറ്റ കുട്ടി. അതിനുശേഷം വേറെ കുട്ടി ഉണ്ടായിട്ടില്ല. എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും. എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കും. നമ്മൾക്കും പറ്റും, അതെ, നമ്മൾക്കും പറ്റും. നമ്മൾ അങ്ങനെ ആയാ മതി. അങ്ങനെ ആയാ നമ്മൾക്കും അത് എളുപ്പമാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പറയാണെങ്കിൽ ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്, ഒന്നും രണ്ടോ അല്ല, ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്. ഈ വിഷയങ്ങൾ വിശദീകരിക്കാൻ നിന്നാൽ എന്തിൽ നിന്നെങ്കിലും അഭയം തേടിയാൽ ഞാൻ അവന് കാവൽ നൽകും. ബഹുമാനപ്പെട്ട കുമ്പോൾ കുഞ്ഞിക്കോയത്തങ്ങളൊക്കെ പറഞ്ഞതുപോലെ സംഭവിച്ചത് ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്, അല്ലേ? നമ്മുടെ കണ്ണൂർ ജില്ലയിൽ മാണിയൂർ ഉസ്താദ് ഒരുപാട് ഡോക്ടർമാർ വരെ അദ്ദേഹത്തിന്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കുക. ക്യാൻസർ രോഗികൾക്കൊക്കെ ശിഫ നൽകിയിട്ടുണ്ട്. സിമ്പിളാണ്, ഹംബിൾ നമ്മൾ പറയില്ലേ, സിമ്പിളാണ്, ഒരു പണിയില്ല. അപ്പൊ അതിന് വേണ്ടത് എന്താ? അതിന് മരുന്ന് എന്താ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബഹു. ഞാൻ അവനെ സ്നേഹിക്കും. അവൻ ഒരുപാട് സുന്നത്തുകൾ ചെയ്യാൻ തുടങ്ങിയാൽ, സുന്നത്തുകൾ ചെയ്യുമ്പോ എന്നിലേക്ക് അടുത്തടുത്ത് വരും. ഞാൻ അവനെ സ്നേഹിക്കും. അള്ളാഹു സ്നേഹിച്ചാലും പിന്നെ എല്ലാം നമ്മുടെ കൈയും കാലും ഒക്കെ അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് എന്ത് വേണം? സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു പറഞ്ഞു, നിസ്കാരത്തിന്റെ കാര്യം വരുമ്പോ, മക്കളോട് നിസ്കാരത്തിന്റെ കാര്യം വരുമ്പോ പറഞ്ഞു, നിങ്ങൾ 7 വയസ്സായാൽ മുറു ഔലാദകും ബിസ്സലാത്തി വഹും അബ്നാഉ 7. 7 വയസ്സുള്ള മക്കളോട് നിസ്കരിക്കാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. നോമ്പ് നോക്കാൻ പറഞ്ഞിട്ടില്ല. 7 വയസ്സായ മക്കളോട് നോമ്പ് കൊണ്ട് കൽപ്പിക്കാൻ പറഞ്ഞിട്ടില്ല. വേറൊരു നന്മയും ചെയ്യാൻ പറഞ്ഞിട്ടില്ല. നിസ്കാരത്തിന്റെ കാര്യം ഗൗരവമാണ്. ആ കുട്ടിക്ക് നിസ്കാരം നിർബന്ധമില്ലല്ലോ, പിന്നെന്തിനാണ് ആ കുട്ടിയോട്, 7 വയസ്സായ കുട്ടിയോട് നിസ്കരിക്കാൻ കൽപ്പിക്കാൻ പറഞ്ഞത്? മക്കളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണേ. 7 വയസ്സായി കഴിഞ്ഞാൽ ഏതുവരെ? 10 വയസ്സ് വരെ അവരോട് പറയണം നിസ്കരിക്കാൻ. 7 വയസ്സായ കുട്ടിയെ വിളിക്കണം, പൊന്നുമോനെ എനിക്കിന്ന് 7 വയസ്സ് പൂർത്തിയായിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് 7 വയസ്സായ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണമെന്ന്. ഇന്ന് മുതൽ പൊന്നുമോൻ നിസ്കരിക്കാൻ തുടങ്ങണം. പറയണം, ളുഹറിന് പറയണം, അസ്റിനും പറയണം, സുബഹിക്കും മഗ്രിബിനും ഇശാഇനും പറയണം. മാതാപിതാക്കളുടെ ബാധ്യതയാണത്. നിരന്തരമായി 10 വയസ്സാകുന്നത് വരെ എല്ലാ ദിവസവും മക്കളോട് പറയണം. ഓരോ നിസ്കാരത്തിന്റെയും സമയത്ത് നിസ്കരിക്കാൻ കൽപ്പിക്കണം. നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കേണ്ടതില്ല. ളുഹർ നിസ്കാരാകുമ്പോ പറയാ, മോനെ നിസ്കരിക്കണം, നിങ്ങളുടെ ബാധ്യത കഴിഞ്ഞു. പിന്നെ കുട്ടി നിസ്കരിച്ചില്ലേ, അടിക്കണ്ട.
മതി, നിസ്കരിക്കാൻ പറയാം. അസ്ർ ബാങ്ക് വിളിക്കുമ്പോ മോനോട് പറയണം പള്ളിക്ക് പോകണം നിസ്കരിക്കാൻ. മഗ്രിബ് ബാങ്കിന്റെ സമയത്തും പറയണം നിസ്കരിക്കാൻ, പള്ളിയിൽ പോവാൻ. 10 വയസ്സായാൽ കുട്ടിക്ക് പ്രായപൂർത്തി എത്തുന്നില്ല. പക്ഷേ 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ കുട്ടിയെ അടിച്ചേക്കണം. 10 വയസ്സാകുമ്പോ മകനെ വിളിക്കുക, പൊന്നു മോനെ ഇന്ന് നിനക്ക് 10 വയസ്സ് പൂർത്തിയായിരിക്കുകയാണ്. എത്ര വയസ്സ്? 10 വയസ്സ്. ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് 10 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം, നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം. അതുകൊണ്ട് ഇന്ന് മുതൽ നിസ്കാരം ഒഴിവാക്കിയാൽ എൻ്റെ അടുത്ത് നിന്ന് അടി വാങ്ങിക്കും എന്ന് മക്കളോട് വിളിച്ചിട്ട് പറയാം. എന്നിട്ട് ളുഹർ നിസ്കരിച്ചില്ലേ, ചെറുതായിട്ടൊരു അടി കൊടുക്കുക. പക്ഷേ കുട്ടിക്ക് നിസ്കാരം നിർബന്ധമായിട്ടില്ല. കുട്ടിയുടെ നന്മകളൊക്കെ മാതാപിതാക്കളുടെ ഇടയിലേക്കാണ് പോകുന്നത്. 11 വയസ്സിലും അടിക്കണം, 12ലും അടിക്കണം, 13ലും അടിക്കണം, 15 വയസ്സ് വരെ പ്രായപൂർത്തി എത്തുന്നത് വരെ അവനെ അടിക്കണം. ഞാൻ ചോദിക്കട്ടെ, 7-ാം വയസ്സ് മുതൽ നിരന്തരമായി കൽപ്പിക്കാൻ തുടങ്ങി, 10 വയസ്സായത് മുതൽ അടിക്കാൻ തുടങ്ങി, എന്നാ പിന്നെ 15 വയസ്സായ കുട്ടിക്ക് നിസ്കാരം ഒഴിവാക്കാൻ പറ്റുമോ? നിസ്കാരത്തിന്റെ കാര്യം ഗൗരവമാണ്. അതുകൊണ്ട് 7 വയസ്സ് മുതൽ ട്രെയിനിങ് കൊടുക്കാൻ, പരിശീലനം കൊടുക്കാൻ. 7-ാമത്തെ വയസ്സ് മുതൽ പരിശീലനം, നീണ്ട 8 വർഷത്തെ പരിശീലനം കുട്ടിക്ക് ലഭിച്ചാൽ പിന്നെ ആ കുട്ടിക്ക് നിസ്കാരം ഒഴിവാക്കാൻ പറ്റൂല. സുന്നത്ത് നിസ്കരിച്ചും പഠിപ്പിക്കേ, ആ കുട്ടിന് സുന്നത്ത് നിസ്കാരം ഒഴിവാക്കൂല. ഉമ്മമാർക്കല്ലേ ഇതൊക്കെ കിട്ടാൻ പോകുന്നത്? എന്താ ചെയ്താല്? നിങ്ങൾക്കൊരു വാക്കല്ലേ നഷ്ടമുള്ളൂ. നിങ്ങൾ നാളെ മരിച്ചുപോയി, പിന്നെ ഈ മക്കള് സുന്നത്ത് 4 നിസ്കരിക്കുമ്പോ 4ന്റെ പ്രതിഫലം കുട്ടിക്കുണ്ട്, ഖബറിലുള്ള നിങ്ങൾക്കുണ്ട്. തമാശയാണോ? പിന്നെ കുട്ടി വലുതായി 55 വയസ്സായി, നിങ്ങൾ ഖബറിലാണ്. നിങ്ങളുടെ മകൻ 55 വയസ്സായി, അയാൾ സുന്നത്ത് 4 നിസ്കരിക്കുന്നുണ്ട്, അതിന്റെ പ്രതിഫലം അയാൾക്കുണ്ട്, ഉമ്മയ്ക്കുപ്പയ്ക്കുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉപ്പ ചോദിക്കും, ഉമ്മ ചോദിക്കും, അല്ലാഹുവേ എവിടെ നിന്നാണ് എനിക്ക് ഈ പ്രതിഫലം ലഭിക്കുന്നത്? പറയും, ബിസ്തിഗ്ഫാരി വലദിക, നിന്റെ മകൻ ഭൂമിയിൽ നിന്നിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലുക, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക, നിസ്കരിക്കുക, അതുകൊണ്ട് കിട്ടാൻ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകി നിസ്കാരത്തെ കുറിച്ച്. നിസ്കരിക്കുന്ന ആളുകൾക്ക് തെറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതങ്ങനെയാണ്. നമ്മുടെ നിസ്കാരാവാത്തത് കൊണ്ടാണ് നമ്മൾ തെറ്റ് ചെയ്യുന്നത്, അല്ലേ? നബി തങ്ങൾ പറഞ്ഞില്ലേ, സഹാബാക്കളോട് ചോദിച്ചില്ലേ, നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് മനോഹരമായ ഒരു നദി ഒഴുകുന്നുണ്ട്, നദിയിൽ കുളിക്കാൻ 5 നേരം ഒരാൾ കുളിക്കുന്നുണ്ട്, അയാളുടെ ശരീരത്തിൽ വല്ല അഴുക്കും ബാക്കിയാകുമോ എന്ന് ചോദിച്ചത് വെറുതെയാണോ? നബി തങ്ങൾ എന്ത് പറയുമ്പോഴും കൽപ്പിക്കുമ്പോഴും ഒരു ഉദാഹരണം, ഒരു എക്സാമ്പിൾ കൊടുക്കും. ആ എക്സാമ്പിള് പിന്നെ മനുഷ്യന്മാരുടെ ഹാർട്ട് ടച്ചിങ് ആയിരിക്കും. അത് ഹൃദയത്തിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പിടിച്ചു കുലുക്കും. അപ്പൊ സഹാബാക്കൾ പറഞ്ഞു, നബിയെ 5 നേരം കുളിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ അഴുക്ക് ബാക്കിയാകാനോ? ഒരിക്കലും ബാക്കിയാവൂല. ബാത്ത് ടബൊക്കെ അല്ലേ എന്നൊക്കെ ബാത്റൂമിലെ. പഴയ കാലത്ത് ഒരു വീട് കെട്ടുന്ന ചെലവാണ് ഇന്ന് ബാത്റൂം കെട്ടുമ്പോ. വീടൊക്കെ കെട്ടിയാൽ ഉസ്താദുമാരൊക്കെ വന്നാൽ ഉസ്താദുമാർക്കൊക്കെ ആദ്യം കാണിച്ചു കൊടുക്കുക ബാത്റൂം. എന്താ ബാത്റൂം? ലക്ഷങ്ങളാണ് ബാത്റൂമിന് വേണ്ടി ചെലവഴിക്കുന്നത്. ഒരു ബാത്ത് ടബില് ഒരാൾ 5 നേരം ഇങ്ങനെ കിടന്നിട്ട് നരച്ചിട്ട് ഇങ്ങനെ കിടന്നിട്ട് കുളിക്കുക, അയാളിൽ വല്ല അഴുക്കുണ്ടാവോ? ഇല്ല. സഹാബാക്കളൊക്കെ ഏകസ്വരത്തോടെ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഒരു അഴുക്ക് പോലും ബാക്കിയാവില്ല. എന്നാ നബി തങ്ങൾ പറഞ്ഞു, 5 വക്ത് നിസ്കരിക്കുന്ന ഒരാളുടെ ഏടിലൊരു തെറ്റുണ്ടാവൂല, ഒരു തെറ്റുണ്ടാവൂല. നിങ്ങൾ കൃത്യമായി ബാങ്ക് വിളിക്കുമ്പോ, നമ്മുടെ നിസ്കാരം തോന്നുമ്പോഴുള്ള നിസ്കാരാണ്, തോന്നുമ്പോ നിസ്കരിക്കുന്ന നിസ്കാരാണ്. ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിലേക്ക് പോകണം. വീട്ടിൽ നിന്ന് wudu എടുത്തതിന്റെ ഒരു സിസ്റ്റം തന്നെ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്, എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു. നമ്മുടെ സമയം കഴിഞ്ഞിട്ടില്ലല്ലോ, 11 മണിയല്ല. എത്ര മണിക്ക് നിർത്താന്ന് പറഞ്ഞത്? 11 മണിക്കാ. കുറച്ചൊന്ന് സമയം പോയതേ അറിഞ്ഞിട്ടില്ല. കുറച്ച് സമയം കേട്ടോ, ഞാൻ വിഷമിക്കല്ല. ഒന്ന് എണീറ്റിക്കല്ലാരും. സല്ലു അലാ സയ്യിദിന മുഹമ്മദിൻ വ ആലി സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നലെ ബായാർത്ഥങ്ങൾ മന്ത്രിച്ച തേന്, റുമ്മാമ്പഴമൊക്കെ ഇവിടെ ഉണ്ട്. ഇന്നലെ കൊടുക്കാൻ സമയം കിട്ടിയിട്ടില്ല.
അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് വാങ്ങേണ്ട ആളുകളൊക്കെ എന്ത് ചെയ്യുക, സംഘാടകർ നമ്മുടെ കമ്മിറ്റിയെ ബന്ധപ്പെടുക, എന്നിട്ട് വാങ്ങിക്കുക എല്ലാവരും. പിന്നെ നാളെ ഉണ്ട് നജ്മുദ്ദീൻ തങ്ങൾ, നാളെ ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. നാളെയും ഞാനാണ് ഇവിടെ. അപ്പോൾ ഇന്ന് കുറെ പറഞ്ഞ ഞങ്ങൾ നാളെ വരില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് പെട്ടെന്ന് നിർത്താൻ. ലൈവ് കാണുന്നുണ്ട് കുറെ ആളുകൾ ദുബൈയില്, നാട്ടിൽ നിന്നൊക്കെ കാണുന്ന ആളുകളുണ്ടാവും, ഗൾഫിൽ നിന്നൊക്കെ. മാഷാ അല്ലാഹ്. അപ്പൊ ഗൾഫിൽ നിന്നാണ്. ഇപ്പോ അതിന്റെ ആളെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ല. എത്രയോ 6, 7, 8 മാസം മുമ്പ് വിളിച്ചിട്ട് ബുക്ക് ചെയ്ത പരിപാടിയാണിത്. ഒഴിവാക്കാതിരിക്കാനുള്ള ഒരു കാരണം അതാണ്. കുറെ മുമ്പ് ബുക്ക് ചെയ്യുമ്പോൾ ഞാൻ ചോദിച്ചു, കുറച്ച് ഇത്ര മുമ്പൊക്കെ ബുക്ക് ചെയ്യണോ? അവർ പറഞ്ഞു അപ്പോൾ ഡേറ്റ് കിട്ടൂല എന്ന് പറഞ്ഞിട്ട് ബുക്ക് ചെയ്താണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ഒഴിവാക്കാതിരിക്കാൻ ഒരു കാരണം അതാണ്. ചെലവൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു അവരോട്, സംഘാടകരോട്, കാഞ്ഞങ്ങാട്ടാരൊക്കെ വലിയ വലിയ മുതലാളിമാരാണ്, നിങ്ങൾക്ക് പിരിവിന്റെ ഒന്നും ആവശ്യമില്ല അല്ലേ. നാളെ വലിയ പിരിവൊക്കെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. നമുക്ക് പിരിവിനെ കുറിച്ചിട്ട് ഒരു പിരിവിന്റെ ടെക്നോളജി നമുക്കറിയില്ല. അതുകൊണ്ട് പിന്നെ പിരിവിന്റെ കാര്യം നമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇൻഷാ അല്ലാഹ്. പിരിവൊന്നും നിങ്ങൾ അറിഞ്ഞിട്ട് കൊടുക്കേണ്ടതാണ്. അതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് കൊടുക്കേണ്ട വിഷയമല്ല. ഇതിനൊക്കെ ഒരുപാട് ചെലവുണ്ട്. നമ്മുടെ ഖബറിലേക്ക് വരുന്ന സമ്പാദ്യങ്ങൾ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. നാളെ മരിച്ചു പോയാൽ അവിടെ ഒരു പ്രകാശമായിട്ട് വരുന്നത്, ഖബർ വിശാലമാകുന്നത്, സ്വർഗം ലഭിക്കുന്നത്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇവിടെ എന്ത് കൊടുത്തതേ ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ പിരിവൊക്കെ പറഞ്ഞ് അതിന് നരകത്തെ കുറിച്ചിട്ട് വേൽ പറഞ്ഞ് കണ്ണീരൊക്കെ വന്ന് അവരിങ്ങനെ വിതുമ്പുമ്പോൾ ഒരു 100 രൂപ നോട്ടെടുത്ത് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ അറിഞ്ഞിട്ട് കൊടുക്കില്ലാരും. 1000, 500, 10,000 വലിയ ചിലവുണ്ട്. അതെനിക്കറിയാം. നല്ലൊരു മനോഹരമായിട്ടുള്ള വേദിയാണ് നമ്മുടെ സംഘാടകർ ഒരുക്കിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. വേദിക്ക് ഉഷാറാണ്. ആ പുറത്ത് നിൽക്കുന്ന ആളുകൾ ഇവിടെ ഇരുന്നാല് മനോഹരമായി. അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് തേന് പിന്നെ ഉറുമാമ്പഴൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ബഹുമാനപ്പെട്ട ബായാർത്ഥങ്ങൾ മന്ത്രിച്ച തേനാണ്. എല്ലാവരും വാങ്ങുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വലാത്തുർ റജുലി ഫീ ജമാഅത്തായി ഒരാൾ നിസ്കരിക്കുന്നത് തസീദു അലാ സ്വലാത്തിഹി ഫീ ബൈതിഹി, അവന്റെ വീട്ടിൽ നിസ്കരിക്കുന്ന നിസ്കാരത്തെക്കാളും വസ്വലാത്തിഹി ഫീ സൂഖിഹി, അവന്റെ ടൗണിലോ ഷോപ്പിലോ നിസ്കരിക്കുന്ന നിസ്കാരത്തെക്കാളും 20 ദറജ, 20 ചില്ലാനം ദറജ അധികമാണ്. ഒരു നിസ്കാരത്തിന് വീട്ടിൽ ഒരാൾ നിസ്കരിക്കുന്നുണ്ട്, ആ നിസ്കാരത്തെക്കാൾ 20 ചില്ലാനം, 27 എന്ന് വേറെ ഹദീസിലുണ്ട്, 27 ഇരട്ടി പ്രതിഫലമാണ് ഒരാൾക്ക് ലഭിക്കുന്നത്. എന്നാ പിന്നെ വീട്ടിൽ നിസ്കരിച്ചൂടെ? വെറുതെ കിട്ടുന്ന ഓഫറല്ലേ. നമ്മള് ജിയോ സിം ഉണ്ട്, പിന്നെ റിലയൻസ് ഉണ്ട്, എയർടെൽ ഉണ്ട്. നമ്മളെല്ലാരും എന്താ ജിയോക്ക് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തത്? ജിയോയിലാണ് ഓഫർ ഉള്ളത്, അൺലിമിറ്റഡ് പിന്നെ നെറ്റ് കിട്ടാണ്. അപ്പോ എന്നാ പിന്നെ ജിയോ ആയിക്കോട്ടെ. ഇനിയിപ്പോ അടുത്ത BSNL പറയാണ് ജിയോനേക്കാൾ ഓഫർ ഞാൻ തരാം, എന്നാ പിന്നെ ജിയോ വലിച്ചിട്ട് അടുത്ത BSNL പോകും, അവിടെയാണ് ഓഫർ ഉള്ളത്. അപ്പൊ ഇതേപോലെ ഇവിടെ ഓഫർ ഉള്ളത്, പള്ളിയിലെ ഓഫർ ഉള്ളത്. വീട്ടിനേക്കാളും 27 ഇരട്ടി ഓഫർ ഇവിടെയാണ്. എന്നാ ഇപ്പൊ ഇവിടെ നിസ്കരിച്ചുകൂടെ? അത് നമുക്ക് വേണ്ട. നമുക്ക് താൽക്കാലിക ഓഫറേ ആവശ്യമുള്ളൂ. എറ്റേണൽ ആയിട്ടുള്ള അനന്തമായിട്ടുള്ള ഓഫർ നമുക്ക് വേണ്ട. അത് നമ്മളെ പ്രശ്നം. താൽക്കാലിക സുഖങ്ങൾ നമ്മൾ തേടുന്നത്, ശാശ്വതമായ സുഖം നമ്മൾക്ക് ആർക്കും വേണ്ട. അതുകൊണ്ട് പൊന്നു മുഅ്മിനീങ്ങളെ, ഹബീബ് പറയാൻ, സ്വലാത്തുർ റജുലി ഫീ ജമാഅത്തിൻ തസീദു അലാ സ്വലാത്തിഹി ഫീ ബൈതിഹി, വീട്ടിലും അങ്ങാടികളിലും നിസ്കരിക്കുന്ന നിസ്കാരത്തെക്കാൾ 20 ചില്ലാനും പ്രതിഫലങ്ങളാണ് പള്ളിയിൽ നിസ്കരിക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്നത്. എന്തേ? വദാലിക അന്ന അഹദഹും ഇദാ തവല്ലഅ, ഒരാൾ വുളൂ ചെയ്താൽ ഫഅഹ്സനൽ വുളൂഅ, വീട്ടിൽ വെച്ചാണ് വുളൂ ചെയ്യേണ്ടത്, വീട്ടിൽ വെച്ചിട്ടാണ്, പള്ളിയിലല്ല. വീട്ടിൽ വെച്ച് വുളൂ ചെയ്യണം. ഫഅഹ്സനൽ വുളൂഅ, വുളൂവിനെ ഒരാൾ വളരെ ഭംഗിയാക്കിയാൽ, ഭംഗിയാക്കാന്ന് പറഞ്ഞാല് നല്ല തണുപ്പ സുബൈക്ക്, അപ്പൊ ജസ്റ്റ് ഇങ്ങനെ കുള്ളിച്ചു പോവാ, അതല്ല. തണുപ്പ് കൂടുമ്പോ ഒന്നും കൂടി കാറ്റ് ചെയ്യുക. കൈകൾ ഇത്ര മുട്ടുവരെ, ഇതുവരെ കയറ്റ, കാല് മടമ്പ് നോക്കിയിട്ടല്ല, ഒന്ന് മുട്ടുവരെ കയറ്റ. ഫഅഹ്സനൽ വുളൂഅ, വുളൂവിനെ നന്നായിട്ട് ചെയ്താൽ. വുളൂ ചെയ്യാതെ നിസ്കരിക്കുന്ന ആളുകളുണ്ട് അല്ലേ? അങ്ങനല്ല, ഒരു കോമഡി ഇല്ല. അങ്ങനെ ഒരു ഞാൻ വൈകിപ്പോയിനെങ്കിൽ വുളൂ എടുക്കാൻ നിനക്ക് ജുമാ നിസ്കാരം കിട്ടൂലായിരുന്നു എന്ന് പറഞ്ഞിട്ട് നിസ്കരിച്ച ആളുകളൊക്കെ ഇല്ലേ? അങ്ങനെ വുളൂ എടുക്കാതെ വേഗം പോയിട്ട് നിസ്കരിച്ചാൽ. പണ്ടൊക്കെ മാലിക് ദിനാറിൽ പഠിക്കുമ്പോൾ ഒരു മയ്യത്ത് വന്നു. അപ്പൊ ഇവിടെ ഒരാള് പറയാണ്, വുളുവൊക്കെ പിന്നെടുക്ക്, നിങ്ങൾ വരി മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി കാക്കാണ്, വുളുവൊക്കെ പിന്നെടുക്ക്, നിങ്ങൾ കൈ കെട്ടുന്ന വിളിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഏതായാലും വുളു എടുത്തു, ഭംഗിയായി എടുത്താൽ സുമ്മാസൽ മസ്ജിദ്, അങ്ങനെ പള്ളിയിലേക്ക് നിങ്ങൾ നടന്നു വരാൻ, പള്ളിക്ക് വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി വരാൻ. ലാ യുരീദു ഇല്ല സ്വലാ, അവന്റെ ലക്ഷ്യം നിസ്കാരമാണ്. നിസ്കാരം ലക്ഷ്യമാക്കി ഒരാൾ പള്ളിയിൽ വന്നാൽ
ഒരു ചവിട്ടടിക്ക് ഒരു സ്ഥാനം അല്ലാഹു കൊടുക്കും. വണ്ടിന്റെ ഇന്നോവണ്ട്, പുതിയ ക്രിസ്റ്റ തന്നെ ഉണ്ട്. അപ്പൊ ക്രിസ്റ്റനൊക്കെ നല്ല നടന്നു വരിക. ക്രിസ്റ്റൊക്കെ അവിടെ ഇരിക്കട്ടെ, കുറച്ച് ഡീസലൊക്കെ ലാഭാട്ടെ അല്ലേ. കുറച്ച് വണ്ടിയൊക്കെ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാ, പള്ളിയിലേക്ക് നടന്നു പോകും. ഷുഗറും പ്രഷറും കുറയും, ആരോഗ്യം ഉണ്ടാകും. ഇതൊക്കെ ഹബീബ് എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്. നമ്മളൊക്കെ വണ്ടിയാണ്. ഇപ്പൊ സ്റ്റേജിലേക്ക് വരുന്നു, വണ്ടി എടുത്ത പിന്നെ വീട്ടിൽ വണ്ടി, പിന്നെ എവിടെ നടക്കാന്ന് സംഭവം ലോകത്തുണ്ട്. ഇപ്പൊ ഉണ്ടോ? വീട്ടിലെത്തിയാൽ എവിടെ പുസ്തകം പിടിച്ച് അല്ലെങ്കിൽ റൂമിൽ ഇങ്ങനെ ഇരിക്കും, പിന്നെ വീണ്ടും വണ്ടിയിൽ കയറും, പുറത്തിറങ്ങും, അവിടെ ഇറങ്ങും, നടത്തൂല്ല. അപ്പൊ എന്ത് പറഞ്ഞു ഹബീബ്? എന്ത് പറഞ്ഞു? നിങ്ങൾ നടന്നിട്ട് പള്ളിക്ക് പോ, ഷുഗർ ഉണ്ടാവൂല. ഇതൊക്കെ ട്രീറ്റ്മെന്റ് അല്ലേ? ഇതൊക്കെ നിങ്ങൾ ആരോഗ്യത്തിനുള്ള വഴികൾ അള്ളാഹുവിന്റെ ഹബീബ് കുറെ കാലക്കൂട്ടി പറഞ്ഞു തരാം, മുമ്പേ പറഞ്ഞു തരാ. നിങ്ങൾ പള്ളിക്ക് നടന്നു പോകുവീൻ, വണ്ടി ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നടന്നു പോകുവീൻ. ഒരു ചവിട്ടടിക്ക് അല്ലാഹു നൽകുന്നത് ഒരു സ്ഥാനമാണ്. ഒരു ചവിട്ടടി, അതിനൊരു സ്ഥാനം. അതേ ചവിട്ടടി കാരണം അല്ലാഹു അവന്റെ ഒരു പാപം മായ്ച്ചു കളയും. അവൻ ചെയ്ത തെറ്റല്ലാഹു മായ്ച്ചു കളയും. പള്ളിയിലേക്ക് വരുന്നത് വരെ എത്ര 100 ചവിട്ടടി അല്ലെങ്കിൽ 1000 ചവിട്ടടി വെച്ച 1000 തിന്മകൾ അല്ലാഹു മായ്ച്ചു കളഞ്ഞു. നിന്റെ സ്വർഗത്തിൽ 1000 സ്ഥാനം അല്ലാഹു അധികരിപ്പിച്ചു. ഇനി ഫഇദാ ദഖലൽ മസ്ജിദ കാന ഫിസ്സലാത്തി മാ കാനത്തിസ് സ്വലാത്തു തഹ്ബിസുഹു. 12:20 ബാങ്ക്, 12:40 നിസ്കാരം. ഒരാൾ വീട്ടിൽ നിന്ന് വുളൂഉം ചെയ്തിട്ട് വന്നിട്ട് 12:25 പള്ളിയിലെത്തി. ബാക്കി 15 മിനിറ്റ് ഉണ്ട്. അല്ലാഹ് പടച്ചോനെ, ഇനി 15 മിനിറ്റ് ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കണ്ട. നിങ്ങൾ നിസ്കാരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ ആ നിസ്കരിക്കുന്ന കൂലി ആ വെയിറ്റിങ്ങിന് വരെയുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ നിസ്കാരം ബന്ധിക്കുന്ന കാലത്തോളം, നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സമയവും അവൻ നിസ്കാരത്തിലാണ്, നിസ്കരിക്കുന്ന പ്രതിഫലമുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ മലായികതു യുസല്ലൂന അലാ അഹദികും. മഹാന്മാരായ അല്ലാഹുവിന്റെ മലായികങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാ. നിസ്കരിക്കുന്ന ആളുകൾക്ക് മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എവിടെയാണോ അവൻ നിസ്കരിക്കുന്നത്, ആ നിസ്കരിക്കുന്ന അതേ സ്ഥലത്ത് എത്ര സമയമാണോ അവൻ ഇരിക്കുന്നത്, അവിടെ നിന്ന് എണീക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാലാക്കമാർ അവന് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. അപ്പൊ സലാം വീട്ടിയാ പിന്നെ എണീറ്റിട്ട് പോകുന്ന ആ സ്വഭാവം വേണ്ട. ഇരിക്കവിടെ. നിനക്ക് ദുആ ചെയ്യുന്നത് ഇഷ്ടമല്ലേ, നീ ആമീൻ പറയണ്ട, നീ എവിടെ ഇരുന്നോ? അങ്ങനെ ഉണ്ടാവൂല. ദുആ ചെയ്യുന്നത് ഇഷ്ടമല്ല, ദിക്ർ ചൊല്ലുന്നത് നിനക്ക് ഇഷ്ടമല്ല, കുഴപ്പമില്ല, നീ എവിടെ ഇരുന്നാലോ അവിടെ ഇരുന്നാലോ അല്ലാഹുവിന്റെ മലായികകൾ ദുആ ചെയ്യും. എന്താണ് അവരുടെ ദുആ? അല്ലാഹുമ്മ റഹംഹു, അല്ലാഹുവേ അയാൾക്ക് നീ റഹ്മത്ത് ചെയ്യണേ, അയാൾക്ക് നീ കാരുണ്യം ചെയ്യണേ. അല്ലാഹുമ്മ ഗഫിർ ലഹ്, അയാൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ തുബ് അലൈഹി, അല്ലാഹുവേ അയാളുടെ തൗബ സ്വീകരിക്കണേ അല്ലാഹ്. നീ അവിടെ നിന്ന് എണീക്കുന്നത് വരെ. അല്ലെങ്കിൽ പിന്നെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഗീബത്ത് പറയാം, എന്നാ പിന്നെ മലക്കിന്റെ ദുആ നിർത്തും. അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ദിക്ർ ചൊല്ലാൻ, അവിടെ ഇരുന്നിട്ട് ഖുർആൻ ഓതാൻ, അവിടെ വെറുതെ ഇരുന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ അള്ളാഹുവിന്റെ മലക്ക് ദുആ ചെയ്തുകൊണ്ടിരിക്കും നീ എണീക്കുന്നത് വരെ. അതുകൊണ്ട് സലാം വീട്ടിയ ഉടനെ ചെറുപ്പക്കാർക്കൊരു സ്വഭാവമുണ്ട്, പിന്നാലെ പോയിട്ട് ചാരിയിരിക്കും. കിബിലേക്കൊക്കെ കാൽ നീട്ടിയിട്ട് കറാഹത്താണ്. പള്ളിയുടെ അകത്ത് കിബിലേക്ക് നേരെ കാൽ നീട്ടിയിരിക്കാൻ പാടില്ല. വയസ്സന്മാർക്കൊരു കുഴപ്പമില്ല, അവരിങ്ങനെ ദിക്റൊക്കെ ചെല്ലുന്നുണ്ടാകും. അവർ കൈപോലും ഇങ്ങനെ ഒരു ക്ഷീണത്തിന് കൈപോലും കുത്തിയിട്ടുണ്ടാവില്ല. വയസ്സന്മാർ 80ഉം 60ഒക്കെ വയസ്സുള്ള വയസ്സന്മാർ അവർ അതേ സഫിൽ ഇരുന്ന അതേ ഇരുത്തത്തിൽ തന്നെ മണിക്കൂറുകൾ ഇരിക്കും. അവർക്ക് കുഴപ്പമില്ല. ചെറുപ്പക്കാരാണ് സത്യത്തിൽ ഇരിക്കേണ്ടത്, അവരാണ് എണീറ്റ് പോയിട്ട് ചാരിയിരിക്കുന്നത്. അല്ലാഹു അക്ബർ. ഇത് വേണോ ചെറുപ്പക്കാരാ? വേണോ? അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു 11:30 വരെ അല്ലെ, 11:30 വരെ 11:15 അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നാളത്തെ വിഷയം അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ അല്ലെ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ എന്നൊരു വിഷയമാണ്. അല്ലാഹുമ്മ തുബ് അലൈ എന്നിങ്ങനെ അല്ലാഹുവിന്റെ മലായികകൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വുളൂ ചെയ്യുമ്പോ നമ്മുടെ കോപം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദേഷ്യപ്പെടുന്ന ആൾ നല്ല ദേഷ്യക്കാരനാണ്, അയാളോട് വുളൂ ചെയ്യാൻ പറയുക. വുളൂ ചെയ്താൽ
അയാളുടെ ദേഷ്യം ഇല്ലാതെയാകും. അതിന് കാരണം പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിഷയമാണതൊക്കെ. വുളൂ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യണം? ഇന്നൽ ഗളബ മിനശ് ശൈത്വാൻ. ദേഷ്യം പിടിക്കുക എന്നത് പിശാചിന്റെ സ്വഭാവമാണ്. പിശാചാണ് ഒരാളെ ദേഷ്യം പിടിപ്പിക്കുന്നതും പിശാചാണ്. നമ്മൾ അത്ഭുതപ്പെടേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ അറഫ ദിവസമാണ് പിശാചിന് ഏറ്റവും ദേഷ്യമുള്ളത്. പിശാച് ചുരുങ്ങി 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 ഈച്ചയോളം ചെറുതാകുന്ന ദിവസമാണ് അറഫ ദിവസം. ആ അറഫ ദിവസം എന്തേ പിശാച് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അന്നാണ് പിണങ്ങി നിൽക്കുന്ന അകന്നു നിൽക്കുന്ന രണ്ടു പേർ കൂട്ടിമുട്ടിയ ദിവസം, രണ്ട് മുഅ്മിനീങ്ങൾ പരസ്പരം സ്നേഹിച്ച ദിവസം അന്നാണ്. ആരാണ്? സ്വർഗീയ ലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയച്ച ആദം നബി അലൈഹിസ്സലാം, ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ, രണ്ടുപേരും കണ്ടുമുട്ടിയ സ്ഥലമാണ് അറഫ. ഭാര്യയും ഭർത്താവും ഗൾഫിൽ നിന്നിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് വരുമ്പോ എന്തൊരു സ്നേഹ ഭാര്യയും ഭർത്താവും അല്ലെ? ഗൾഫാർക്കൊക്കെ അറിയാലോ. എന്നോട് ചെറുപ്പക്കാരൻ പറഞ്ഞു, പെണ്ണായിട്ടുണ്ട്, എനിക്കൊണ്ട് പോകാൻ മനസ്സിലായിരുന്നില്ല അല്ലെ. പെണ്ണാന്നതിനേക്കാളും മുമ്പൊക്കെ ഗൾഫിൽ നിൽക്കും, പെണ്ണായാ പിന്നെ അവിടെ നിൽക്കാൻ പറ്റൂല. അപ്പൊ ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ വർഷങ്ങളുടെ വേർപിരിയലിന് ശേഷം, വേർപാടിന് ശേഷം കണ്ടുമുട്ടാൻ ഒരു സ്നേഹ സംഗമമാണ്. അവിടെയാണ് ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ അറഫ ദിവസം സ്നേഹത്തോടെ സംഗമിക്കുന്നത്. കറുത്തവനും വെളുത്തവനും മുതലാളിയും രാജാവും പ്രജയും എല്ലാവരും അവിടെ സംഗമിക്കുകയാണ്. ഈ ഒരു സ്നേഹ സംഗമം പിശാചിന് സഹിക്കൂല. പിശാച് ഓടും, കരഞ്ഞുകൊണ്ടോടും. അപ്പൊ ഇന്നൽ ഗളബ മിനശ് ശൈത്വാൻ, ദേഷ്യം എന്നത് പിശാചിന്റെ ഭാഗമാണ്. ഇന്നശ് ശൈത്വാന ഖുലിഖ മിന്നാർ, തീയിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത്. തീയിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത്. എന്നാൽ തീയിനെ അണച്ചു കളയുന്നത് വെള്ളം കൊണ്ടാണ്. എപ്പോഴാ ദേഷ്യം ഉണ്ടാവുക? പിശാച് തടിയിൽ കൂടുമ്പോഴാ ദേഷ്യം ഉണ്ടാവുക. പിശാച് എന്തിൽ നിന്ന് സൃഷ്ടിച്ചത്? തീയിൽ നിന്നാണ്. അപ്പൊ തീയിനെ എങ്ങനെ അണക്കുക? വെള്ളം കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ വുളൂ ചെയ്യുവീൻ. വുളൂ ചെയ്താൽ ശരീരത്തിലേക്ക് കയറിക്കൂടിയ പിശാച് എന്ന ആ ഒരു ദേഷ്യത്തെ, ആ ഒരു തീയിനെ നിങ്ങൾക്ക് അണച്ചു കളയാൻ പറ്റുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വുളൂ ചെയ്യുവീൻ, നന്നായി വുളൂ ചെയ്യുവീൻ. അലാ അദുല്ലുകും അലാ മാ യംഹുല്ലാഹു ബിഹിൽ ഖതായ, അല്ലാഹു പാപങ്ങൾ പുറത്തു തരുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെ. തെറ്റൊക്കെ അല്ലാഹു മായ്ച്ചു തരുന്ന ഒരു കാര്യം പറഞ്ഞു തരട്ടെ. വയർഫഉ ബിഹി ദറജാത്ത്, അല്ലാഹു സ്ഥാനം അധികരിപ്പിക്കുന്ന ഒരു നന്മ പറഞ്ഞു തരട്ടെ. ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ നിങ്ങൾ പറഞ്ഞു തരുവീൻ, പറഞ്ഞു തരൂ യാ റസൂലല്ലാഹ്. നബി തങ്ങൾ പറഞ്ഞു, ഇസ്ബാഗുൽ വുളൂഇ അലൽ മകാരിഹ്, ഇസ്ബാഗുൽ വുളൂഇ അലൽ മകാരിഹ്, ഏറ്റവും തണുത്ത് മരം കൊച്ചുന്ന രാത്രിയിൽ നിങ്ങൾ വുളൂ ഒന്ന് കാറ്റി ചെയ്യുക. ഒരു വട്ടം കഴുകിയിട്ട് എണീറ്റ് പോവണ്ട. ഒരു 3 വട്ടം കഴുകി നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നും കൂടി കാറ്റിട്ട് ചെയ്യുക. തലയൊക്കെ തടവുമ്പോ ചെറുതായിട്ടൊന്നും ഇങ്ങനെ കൊള്ളിച്ചാ പോരാ, തലൊന്ന് മുഴുവനായിട്ട് തടവുക, ചെവി മുഴുവനായിട്ട് തടവുക, കാലൊന്ന് കാറ്റിക്കഴുകുക. എപ്പോ? മക്കാരി, നിങ്ങൾക്ക് തണുപ്പുള്ള സമയങ്ങളിൽ, അല്ലെങ്കിൽ നല്ല ചൂട്. ഞാൻ ഖത്തറിൽ പോയപ്പോ ഒരു അവിടുത്തെ ഖത്തറിലുള്ള ആളുകൾക്കറിയാം, ഖത്തർ വേണ്ട GCC മൊത്തം ചൂടുണ്ടാകുന്ന സമയത്ത് ശക്തമായ തിളക്കുന്ന വെള്ളമാണ് അവിടെ നിന്നൊക്കെ വരിക. തിളക്കുന്ന വെള്ളമാണ്. നമ്മൾക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ. പടച്ചോനെ തയമ്മും ചെയ്യുന്നത് പോലെ വുളൂ ചെയ്തത് മാഷല്ല. തയമ്മും ചെയ്യുന്നത് പോലെ ഇങ്ങനെ കുളിച്ചിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വുളൂ ചെയ്ത്, അത്രയ്ക്കും തിളക്കാണ് വെള്ളം. അപ്പോണ്ട് അവിടെ ഒരു പട്ടാണി പാകിസ്ഥാൻകാരൻ വളരെ കൂളായിട്ട് വെള്ളം ഇങ്ങനെ തിരിച്ചെഴുന്നുണ്ട്, കാലിങ്ങനെ ആടിപ്പാടി കഴുകുന്നു. നമുക്കാണെങ്കിൽ കൈയൊന്ന് തൊടാൻ പോലും പറ്റാത്ത ചൂടാ. പട്ടാണിക്ക് അത് വിഷയമല്ല. പട്ടാണി എങ്ങനെയാണ്? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനൊക്കെ പോവാണ് ഇപ്പൊ. പഠിച്ചോന്നല്ലേ. അല്ലാഹു സമാധാന അന്തരീക്ഷം നിലനിർത്തട്ടെ. അല്ലാഹു സമാധാന അന്തരീക്ഷം നിലനിർത്തട്ടെ. അല്ലാഹു ഖൈർ ചെയ്യട്ടെ. ഇസ്ബാഉൽ വുളൂഇ അലൽ മകാരി, ഏറ്റവും വെറുപ്പും കഷ്ടവുമുള്ള സമയത്ത് നിങ്ങൾ വുളൂ നന്നായി ചെയ്താൽ നിങ്ങളുടെ പാപം പൊറുക്കപ്പെടും. വകസ്റത്തുൽ ഖത്ഖുത,
ചവിട്ടടി. പള്ളിയിലേക്ക് എത്ര കൂടുതൽ ലോങ്ങസ്റ്റ് വേ, ഏറ്റവും ദൈർഘ്യമുള്ള വഴിയിലൂടെ നടന്നാൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. നിങ്ങളുടെ കൂടുതൽ പാപങ്ങൾ പൊറുക്കപ്പെടാൻ നല്ലത് ഏറ്റവും ലോങ്ങിലുള്ള ദീർഘമായ വഴിയിലൂടെ നിങ്ങൾ പോവുക. ദുഹർ നിസ്കാരം കഴിഞ്ഞാൽ അസർ നിസ്കാരമാവുന്നതിനെ കാത്തിരിക്കണം. ദുഹർ നിസ്കാരം നിസ്കരിച്ചിട്ട് കാത്തിരിക്കുക. എപ്പോ പഠിച്ചോനെ അസർ ബാങ്ക് കൊടുക്കുക? നമ്മളെന്താ എപ്പോഴാണ് അടുത്ത രജനീകാന്തിന്റെ സിനിമന് എപ്പോ ഇറങ്ങുക, അടുത്ത വേൾഡ് കപ്പിന് എപ്പോ വരിക? നമ്മളൊക്കെ വെയിറ്റ് ചെയ്യുക. അതാണ് അല്ലെ? അടുത്ത ടൂർണമെന്റ്, അടുത്ത ടെസ്റ്റ് എന്നാ തുടങ്ങുക? അതൊക്കെ നമ്മൾ ആലോചിക്കുക. അതല്ല, ദുഹർ നിസ്കാരം കഴിഞ്ഞാല് കുറച്ചൊന്ന് എന്ന് എപ്പോഴും അസ്ർ നിസ്കാരം വന്നിരുന്നെങ്കിൽ എന്ന രീതിയിൽ നിസ്കാരത്തെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മൻ അറാദ അൻ യൻജുവ മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ഒരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ഖബർ വല്ലാത്ത പ്രശ്നമാണ്. ഖബർ എന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ. ഖബർ കേൾക്കുമ്പോൾ ഞെട്ടണം. ഖബർസ്ഥാനിലൂടെ നടന്നു പോകുമ്പോൾ പടച്ചോനെ ഞാനും നാളെ അവിടെ കിടക്കേണ്ടവനാണല്ലോ എന്ന ബോധം വേണം. നിങ്ങൾക്ക് ബോധമില്ലെങ്കിൽ ഖബറിന് ബോധമുണ്ട്. ഖബർ വിളിച്ചു പറയുന്നുണ്ട്, എടാ നീ നടക്കുന്നുണ്ടല്ലേ, നീ വാട ഇങ്ങോട്ട്, നിന്നെ കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് ഖബർ പറയുന്നുണ്ട്. നാളെ ഇവിടെ കിടക്കുമ്പോ ഖബർ പറയും, നീ എന്റെ പൂമുഖത്തൂടെ പുറത്തുകൂടെ നടക്കുമ്പോ ഞാൻ നിന്നെ കിട്ടാൻ വേണ്ടി കാത്തിരുന്നു എന്ന് ഖബർ നിന്നോട് പറയുമെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖബർ പറയും. നമ്മൾക്ക് ഓർമ്മയില്ല, ഖബർസ്ഥാനിലൂടെ നടക്കുമ്പോ ഉപ്പയുടെ ഖബർ കാണുമ്പോ, ഉപ്പാപ്പയുടെ ഖബർ കാണുമ്പോ, ഭാര്യയുടെ ഖബർ കാണുമ്പോ ആലോചിക്കണം, ഞാനും ഇവിടെ കിടക്കേണ്ടവനാണ്, ഞാനും അവിടെ കിടക്കേണ്ടവനാണ്. അപ്പൊ ആ ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് വഴി? 4 കാര്യം ചെയ്യണം, 4 കാര്യം ചെയ്യണം ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ. 1, ഫഅലൈഹി അൻ യുലാസിമ 4 അഷ്യാ, 4 കാര്യം ചെയ്യണം. വയജ്തനിബ 4 അഷ്യാ, 4 കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യണം. 4 കാര്യം ചെയ്യണം, 4 കാര്യം ചെയ്യാതിരിക്കണം. അങ്ങനെ ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഒന്നാമത്തേത്? നീ ചെയ്യേണ്ട, നിർബന്ധമായും ചെയ്തിരിക്കേണ്ട 4 കാര്യങ്ങൾ, ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ നീ ചെയ്തിരിക്കേണ്ട 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? നിസ്കാരം നീ കൃത്യമായി നിസ്കരിക്കണം. നിസ്കാരം നീ കൃത്യമായി നിസ്കരിക്കണം. നിസ്കാരം കൃത്യമായി നിസ്കരിക്കണം. എന്ന് വെച്ചാല് ളുഹറിന്റെ നിസ്കാരം അത് ഖളായി, പിന്നെ അസ്ർ നിസ്കരിക്കാന്ന് വെച്ചാൽ അസ്റും ഖളായി. പിശാച് പറയും, ളുഹർ നിസ്കരിക്കാൻ വേണ്ടി ബാങ്ക് കൊടുക്കുമ്പോ പിശാച് പറയും, ഏതായാലും സമയമുണ്ടല്ലോ, അസ്ർ വരെ 2-3 മണിക്കൂറില്ലേ, പിന്നെ നിസ്കരിക്കാന്ന് പറയും. നമ്മൾ പിന്നെ ഇങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. പിന്നെ അസ്റിന്റെ സമയമാകുമ്പോ നമ്മൾക്ക് അങ്ങോട്ട് മറന്നു പോകും. പിന്നെ ഏതായാലും ളുഹർ ഖളായില്ലേ, പിന്നെ അസ്ർ പിന്നെ മഗ്രിബിന്റെ സമയത്ത് നിസ്കരിക്കുക. പിശാച് അങ്ങനെ തന്നെ പറയും. അസ്റിന്റെ സമയമാകുമ്പോൾ അതും ഇങ്ങനെ പിന്തിപ്പിച്ചു ഖളായി. പിന്നെ അന്ന് വിചാരിക്കും മഗ്രിബ്, ളുഹർ അസ്ർ ഏതായാലും ഖളായി, ഇനി മഗ്രിബ് അത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് നാളെ മുതൽ നന്നാവാം. അവസാനം അങ്ങനെ പിശാച് പറയാ, നാളെ തന്നെ ആയിരിക്കും അവസ്ഥ. പിശാചിനെ പിന്തുടരാൻ നിന്ന ഇതായിരിക്കും അവസ്ഥ. അപ്പൊ അത് നിൽക്കണ്ട. ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിക്കുക, എന്നാ പിന്നെ ടെൻഷൻ മാറി. ഇല്ലെങ്കിൽ അസ്ർ ബാങ്ക് കൊടുക്കുന്നത് വരെ ടെൻഷൻ, പഠിച്ചോനെ ഞാൻ നിസ്കരിച്ചിട്ടില്ലല്ലോ എന്നൊരു ടെൻഷൻ ഉണ്ടാകും. അസ്ർ ബാങ്ക് വിളിക്കുന്നത് വരെ. ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കുന്ന നിസ്കാരക്കാരായി മാറിയാൽ ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തിന്മയിൽ നിന്ന്, വ്യഭിചാരങ്ങളിൽ നിന്ന്, തോന്നിവാസങ്ങളിൽ നിന്ന് നിസ്കാരം നിങ്ങളെ പിൻവലിക്കും. അവൻ ചെയ്യൂല. കൃത്യമായി നിസ്കരിക്കുന്നവന് തെറ്റ് ചെയ്യാൻ പറ്റൂല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിർബന്ധമായും ചെയ്തിരിക്കേണ്ട 4 കാര്യങ്ങൾ. നിസ്കാരം കൃത്യമായി നിസ്കരിക്കണം. നിസ്കാരക്കാരായ പോരാ, നിസ്കരിക്കുന്നവരായ പോരാ, നിസ്കാരം നിലനിർത്തുന്നവരാവണം. നിസ്കാരം നിലനിർത്തുന്നവരാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്വതക്ക കൊടുക്കണം. നമ്മുടെ സംഘാടകർക്ക് ഒരു കടവും വരാതെ, ഒരു വിഷമവും വരാതെ ഈ പന്തലിന്റെ പരിപാടിയും ഈ ബോക്സിന്റെതും എല്ലാ ചെലവും നിങ്ങൾ ഏറ്റെടുത്താൽ മതി. ഖബർ വല്ലാത്ത സുരക്ഷ ആയിരിക്കും ഇവിടെ. മനസ്സിലായോ? ഖബർ രക്ഷപ്പെടണ്ടേ? താല്പര്യമില്ലേ? എന്നാ പിന്നെ മനസ്സിൽ നിയത്ത് വെക്ക്, എന്റെ ഖബറിടം എന്റെ ഖബറും വേണ്ട, പോട്ടെ, എന്നെ മരിച്ചുപോയ ഉപ്പയുടെ ഖബറിടം രക്ഷപ്പെടാൻ വേണ്ടി ഞാനിതൊരു 5000 രൂപ ഈ ഇൽമിന്റെ സദസ്സിലേക്ക് വേണ്ടി സംഭാവന ചെയ്യാൻ മനസ്സിൽ കരുത്. നീ അങ്ങനെ ഇന്ന് ഉപ്പാക്ക് കൊടുത്ത നാളെ നീ മരിച്ച് ഖബറിൽ കിടക്കുമ്പോൾ നിന്റെ മക്കൾ നിങ്ങൾക്കും തരും.
ഉപ്പ മരിച്ചിട്ടില്ലേ, എന്നാലും കുഴപ്പമില്ല. എൻ്റെ ഉപ്പയുടെ ഖബർ മരിച്ചാൽ പിന്നെ ഖബർ എല്ലാവരും മരിച്ചാൽ പിന്നെ ഖബറിൽ കൊണ്ടുവെക്കണ്ടേ? ഖബറിൽ കൊണ്ടുവെക്കാതെ ആരെയും ഇങ്ങനെ ഡമ്മി ആയിട്ടൊന്നും വെക്കൂലല്ലോ. അപ്പോ എൻ്റെ ഉപ്പയുടെ ഖബറിടം അല്ലെങ്കിൽ എൻ്റെ ഖബറിടം പഠിച്ചോനെ നീ സംരക്ഷിക്കണം, ഒരു ശിക്ഷയില്ലാതെ ഒരു പീഡനമില്ലാതെ സുരക്ഷിതമാക്കണം. അതുകൊണ്ട് ഞാനിതൊരു 5000 രൂപ ആത്മാർത്ഥമായി കൊടുത്തേക്ക്. ചോദിക്കാനൊന്നും നിൽക്കണ്ട. ബക്കറ്റ് വരുമ്പോ 100-20 ഒക്കെ ഇടുന്നതിന് പകരം 5000 ഇട്ട് കൊടുക്കവിടെ. ആരാ 5000 തരാ സാധേ? ഞാൻ അതിനേക്കാളൊക്കെ മെച്ചം എന്താ? ബക്കറ്റ് വരുമ്പോ അങ്ങോട്ട് ആരും അറിയാതെ ഇട്ട് കൊടുത്തേക്ക്. വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. അപ്പോഴല്ലേ ഖബറിലേക്ക് അതൊക്കെ ഉപകരിക്കുള്ളൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ബക്കറ്റ് കഴിഞ്ഞില്ലേ? ബക്കറ്റ് പോയാ വന്നോ? അല്ല ബക്കറ്റ് ഇല്ലേ? പോയില്ലേ? ബക്കറ്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ വേഗം പോ. വേല നിർത്താൻ പോവാണ്. പിന്നെ വേല കഴിഞ്ഞതിന് ശേഷം ബക്കറ്റ് കൊണ്ടുപോയാൽ സംഘാടകർ വീട്ടിൽ കൊണ്ടുവെക്കേണ്ടി വരും. ബക്കറ്റ് ഉണ്ടോ? ബക്കറ്റ് ഉണ്ടെങ്കിൽ വേഗം സംഘാടകരൊന്ന് പോയി. ഏതായാലും സ്വതക്കയുടെ കുറിച്ച് പറയല. ഖബറുടെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമില്ലാത്ത ആരുണ്ടാവൂല. ഖബറുടെ രക്ഷപ്പെടാൻ ആഗ്രഹമില്ലാത്തവർ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഖബറുടെ രക്ഷപ്പെടണമെന്ന ആഗ്രഹത്തോടു കൂടി വരുന്ന ബക്കറ്റിൽ നന്നായിട്ടിട്ട് കൊടുത്തേക്ക്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുന്നത് വരെ നിങ്ങൾക്ക് അല്ലാഹു പ്രതിഫലം തരില്ല എന്നൊരു ആയത്ത് എന്നും മനസ്സിൽ വേണം. ഇഷ്ടമുള്ളത് കൊടുക്കുക. നമ്മുടെ പേഴ്സ് എടുക്കുക. പെണ്ണുങ്ങൾ ഹാൻഡ് ബാഗ് ഇല്ലാത്ത ഇന്ന് പെണ്ണുങ്ങൾ ലോകത്തില്ല അല്ലേ? ഹാൻഡ് ബാഗും തൂക്കി നടക്കാത്ത പെണ്ണുങ്ങളില്ല ലോകത്ത്. ഒന്നുമില്ലെങ്കിൽ വെറുതെ ഹാൻഡ് ബാഗ് തൂക്കി നടക്കണം അവർക്ക്. കുട്ടിയെ മറന്നു പോയാൽ കുഴപ്പമില്ല, ഹാൻഡ് ബാഗ് ഓർക്കൂല. അപ്പോൾ ഈ ഹാൻഡ് ബാഗിൽ ഉണ്ടാകുന്ന നോട്ടുകെട്ടുകളൊക്കെ എടുക്കുക, പേഴ്സിൽ ഉണ്ടാകുന്ന നോട്ടുകെട്ടുകൾ എടുക്കുക. എന്നിട്ട് നോക്കുക ഏതാണ് ഇതിൽ ഇഷ്ടമുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത്. സംഘാടകരുടേത് ഉസ്താദിന്റെ ഒന്നും സെലക്ഷൻ അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോട്ട് ചെയ്ത് നോക്കുക. മാഷാ അല്ലാഹ് എനിക്ക് ഇഷ്ടം ഇതാണല്ലോ, എന്നാ പിന്നെ അതന്നെ എടുത്തിട്ടേക്ക്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. ഇഷ്ടമുള്ളത് കൊടുത്താലാണ് അല്ലാഹു പ്രതിഫലം തരുന്നത്. ഏതാ ഇഷ്ടം? 10 രൂപക്ക് ഇഷ്ടമുള്ള ആളുണ്ടോ അവിടെ? ഉണ്ടോ? കുഴപ്പമില്ല. 10 ഇഷ്ടമുള്ള ആൾ 10 കൊടുത്തോളി. 1000 ഇഷ്ടമുള്ള ആൾ 1000 കൊടുത്തു. നിങ്ങളെ പേഴ്സിലുള്ളതിൽ ഇഷ്ടം, ടോട്ടൽ ഇഷ്ടമല്ല, പേഴ്സിലുള്ളതിൽ ഇഷ്ടമുള്ള എടുത്ത് കൊടുത്തോളി. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വഖിറാഅത്തുൽ ഖുർആൻ. രണ്ടാമത്തെ കാര്യം അസ്സദഖതു. സദഖ കൊടുത്താൽ ഖബറിടം രക്ഷപ്പെടും. ഖബറിടം രക്ഷപ്പെടാനുള്ള വഴിയാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരുന്നത്. ഒന്നാമത്തേത് കൃത്യമായി നിസ്കരിക്കുന്ന നിസ്കാരക്കാരായി മാറണം. രണ്ടാമത്തേത് വസ്സദഖതു. സദഖ കൊടുക്കുന്ന ആളുകളായിരിക്കണം. സദഖ കൊടുക്കണം. മൊബൈൽ റീചാർജ് ചെയ്യാൻ ആയിരക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന ആളുകൾക്ക് ഒരു 100 രൂപ ദീനിന്റെ മേഖലയിൽ ചെലവഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുക? 5000-ന്റെയും 10,000-ന്റെയും വസ്ത്രങ്ങൾ വാങ്ങുന്ന സഹോദരിമാർ ഒരു ബക്കറ്റ് വരുമ്പോ 10 രൂപ ഇട്ട് കൊടുത്തിട്ട് എന്താണ് കാര്യമുള്ളത്? 1000 രൂപ ചെലവഴിച്ച് മുടി അയൺ ചെയ്യുന്ന ചെറുപ്പക്കാരാ, നിങ്ങൾ ബക്കറ്റ് വരുമ്പോ ഒന്നും ഇടാതെ തള്ളിക്കളഞ്ഞാൽ എന്ത് മറുപടിയാണ് പടച്ചറപ്പിനോട് പറയാനുള്ളത്? ദൈനംദിനം 400-ന്റെയും 600-ന്റെയും മത്സ്യങ്ങൾ വാങ്ങി കഴിക്കുന്ന ആളുകൾ ദീനിന്റെ കാര്യം വരുമ്പോൾ ഒരു 100 രൂപയെങ്കിലും അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് മറുപടിയാണ് പടച്ചറപ്പിനോട് പറയാൻ പറ്റുന്നത്? ബൈക്കിലും കാറിലും 1000-ങ്ങളുടെ എണ്ണടിക്കുന്ന ആളുകൾ, മനോഹരമായ വസ്ത്രം ധരിക്കുന്ന ആളുകൾ, 2000-ന്റെയും 3000-ന്റെയും ഷൂകളും ചെരുപ്പുകളും ധരിക്കുന്ന ആളുകൾ, ബ്രാൻഡേ ധരിക്കുള്ളൂ ചെറുപ്പക്കാര്, പ്രത്യേകിച്ചിട്ട് കാസർഗോട്ടുകാർ ബ്രാൻഡ് ധരിക്കുള്ളൂ. കുഴപ്പമില്ല, ബ്രാൻഡ് ധരിച്ച് യാതൊരു കുഴപ്പമില്ല, ദൂർത്തടിക്കരുത്. ബ്രാൻഡ് ധരിച്ച ഒരു കുഴപ്പമുണ്ട്. വുഡ്ലാൻഡൊക്കെ ചെരുപ്പെടുത്താൽ 2 കൊല്ലം ഇടുക, 2 കൊല്ലം ധരിക്കുക. അതേസമയത്ത് 600 രൂപ കൊടുത്ത് ചെരുപ്പെടുത്താൽ 2 മാസം ഇടാൻ പറ്റുള്ളൂ. അതിനേക്കാൾ നല്ലത് 2000 കൊടുത്ത് 2 കൊല്ലം ഇടുന്നല്ലേ അല്ലേ? അങ്ങനെയാണ് വുഡ്ലാൻഡ്. പിന്നെ കുറെ കമ്പനിയൊക്കെ ഉണ്ട്, നമുക്കറിയില്ല. ചെറുപ്പക്കാർക്ക് എല്ലാ കമ്പനിയും വളരെ വ്യക്തമായിട്ട് അറിയാം. അതേപോലെ കുപ്പായങ്ങൾ, ഫാൻറ്, ഡ്രസ്സ്. പിന്നെ പെണ്ണുങ്ങൾക്ക് ദയവ് ചെയ്തിട്ട് നിങ്ങൾ കമ്പനി എടുത്ത് വാങ്ങിച്ച് കൊടുക്കരുത്. പെണ്ണുങ്ങൾക്ക് നിങ്ങൾ വുഡ്ലാൻഡൊക്കെ 6000 4000 കൊടുത്ത് വാങ്ങിച്ചിട്ടാൽ ഒരു ഫംഗ്ഷന് പോകുമ്പോഴും പിന്നെ പറയും ഇത് ഞാൻ കഴിഞ്ഞ ഫംഗ്ഷൻ ഇട്ടതല്ലേ, പടച്ചോനെ നമ്മൾ ഉണ്ടാക്കിയ 6000 രൂപ ഒരു പുഷ്പം പോലെ വലിച്ചെറി, ഇത് ഞാൻ കഴിഞ്ഞ ഫംഗ്ഷനിൽ ഇട്ടതാണ്, അതുകൊണ്ട് 100 രൂപക്ക് ഏറ്റവും ടോപ്പ് വാങ്ങിച്ചു കൊടുത്താൽ മതി, അതിന് 6000-ലേക്കൊന്നും പോവേ വേണ്ട. കുപ്പായ അങ്ങനെ തന്നെ. അവർക്ക് ആണുങ്ങളാണെങ്കിൽ ഒരു എന്താണ് കുപ്പായത്തിന്റെ കമ്പനിയുടെ പേരെന്ന് അറിയുന്നില്ല പഠിച്ചോനെ. ഒരു കുപ്പായ നല്ലൊരു കമ്പനി ആണെങ്കിൽ അത് എത്ര വെയിലത്തിട്ടാലും കളറും ഡിമ്മാവൂല, അതിന്റെ ഒന്നും പോവില്ല, പിന്നെ 2 വർഷമൊക്കെ കണ്ടിന്യൂ ഇടുക. പക്ഷെ പെണ്ണുങ്ങൾക്ക് അങ്ങനെ കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഏതെങ്കിലും ഒരു പെണ്ണ് ഇവിടെ 2 കൊല്ലം കുപ്പായിട്ട് ചരിത്രമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഷോക്കേസിൽ വെക്കണം ആ പെണ്ണിന്. ഉണ്ടോ അങ്ങനെ ഏതെങ്കിലും പെണ്ണുങ്ങൾ? വസത്തിമാരെ കുറിച്ചല്ലേ ചെറുപ്പക്കാരികൾ. വസത്തിമാര് പിന്നെ നെറ്റ് കീറിയിട്ട് ഒട്ടാന്നത് വരെ ഇടും. പിന്നെ ആര് അല്ലേ? ഇൻഷാ അല്ലാഹ്
അപ്പൊ അങ്ങനെ ചെയ്യാം. അപ്പോ നല്ലത് വസ്ത്രം ധരിക്കുന്നില്ലെന്ന് യാതൊരു കുഴപ്പമില്ല. പക്ഷെ എന്ത് ചെയ്യുക, ദീനിന് വേണ്ടി നമ്മൾ ഞാൻ ആലോചിക്കാറുണ്ട്, നമ്മൾ സോഷ്യൽ മീഡിയകളിൽ സമയം ചിലവഴിക്കാറുണ്ട്. വാട്സപ്പിന് വേണ്ടിയിട്ട്, ഫേസ്ബുക്കിലൊക്കെ ചെറുപ്പക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്. മൊബൈൽ ഫോണിൽ നമ്മൾ ഒരുപാട് 24 മണിക്കൂറിൽ ഏകദേശം ഒരു 12 മണിക്കൂറും മൊബൈൽ ഫോണിൽ നമ്മൾ ദിവസവും സോഷ്യൽ മീഡിയകളിൽ ചെലവഴിക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊന്ന് ആലോചിക്കണം, പടച്ച റബ്ബേ, നിന്റെ സമയം, നീ തന്ന സമയം ഞാൻ ഫോണിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മൊബൈൽ ഫോണ്, വാട്സപ്പ്, ഫേസ്ബുക്കിനൊക്കെ ഉപയോഗിച്ചു. ഖുർആൻ ഓതാൻ ഞാൻ ഒരു അരമണിക്കൂർ പോലും ഉപയോഗിച്ചിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഖുർആൻ എടുക്കാനുള്ള ഓർമ്മ വരുന്നത്. ചിന്തിക്കണം. നമ്മൾ മൊബൈൽ ഫോൺ ആലോചിക്കണം. വാട്സപ്പിൽ കളിക്കുമ്പോൾ പഠിച്ചോനെ, ഞാൻ ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് പോലും ഉപയോഗിച്ചിട്ടില്ലല്ലോ. ഞാൻ എത്ര സമയം വാട്സപ്പിൽ കളിച്ചു നിന്നു, ഫേസ്ബുക്കിൽ എത്ര സമയം വെറുതെ അപ്ഡേറ്റ് ചെയ്യുക, എന്നിട്ട് സ്ക്രോൾ ചെയ്യുക, താഴോട്ടും മുകളിലോട്ടും മറിച്ചു നോക്കുക. ഞാൻ ഒരു പേജ് ഖുർആൻ മറിച്ചിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്താമണ്ഡലങ്ങളിൽ മാറ്റമുണ്ടാവും. ഖുർആൻ എടുത്ത് ഓതാൻ പറ്റും നിങ്ങൾക്ക്. അതുകൊണ്ട് എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒന്ന് ആലോചിക്കുക, അള്ളാഹ്ക്ക് വേണ്ടി ഇന്ന് എത്ര സമയം ഞാൻ ചെലവഴിച്ചു എന്ന്, അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ ഇന്ന് എൻ്റെ സമ്പത്തിൽ നിന്ന് എന്ത് ചെലവഴിച്ചു എന്നൊക്കെ ആലോചിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മൂന്നാമത്തെ കാര്യം, ഖുർആൻ ഓതുന്നവർക്ക്, ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾക്കും ഖബറിൽ രക്ഷപ്പെടാൻ പറ്റും. എവിടെ ഖുർആൻ? ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധ റമളാൻ കഴിഞ്ഞതിന് ശേഷം ഒരു ഖത്തം ഓതി ആരെങ്കിലും സദസ്സിലുണ്ട്? റമളാൻ കഴിഞ്ഞതിന് ശേഷം ഒരു ഖത്തം ഓതി ആരെങ്കിലും ഉണ്ട് ഇവിടെ സദസ്സിൽ? നോക്കട്ടെ, ഒന്ന് എനിക്കൊരു തൃപ്തിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ഉണ്ട്? ഒരാളുണ്ട്, മാഷാ അല്ലാഹ്. 2 ആളുണ്ട്, മാഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്. 3 ആളുണ്ട്. 3 ആള് ചെറുപ്പക്കാരില്ലതാണോ ഇതിൽ? വയസ്സന്മാരുള്ളത്. വയസ്സന്മാർക്കാണെങ്കിൽ കണ്ണും കാണില്ല. അവർ കഷ്ടപ്പെട്ടിട്ട് ഓതി തീർക്കണം. എത്ര സമയമാണ്, എന്നിട്ട് അവരെ ഓതി തീർത്ത്. ചെറുപ്പക്കാരൊന്നുമില്ല. മറുപടി പറയാൻ പറ്റുമോ റബ്ബിനോട്? അള്ളാഹു തന്ന കളിച്ചിട്ട് സംസാരിച്ചിട്ട് സമയം കളയല്ല പോന്ന ചെറുപ്പക്കാരാ. ജീവിതം എപ്പോൾ തീരുന്ന ആർക്കും പറയാൻ പറ്റൂല. നാളെ നീ മരിച്ച എന്തുണ്ടാക്കിയെന്ന് ആലോചിക്കുക റബ്ബിന് വേണ്ടിയിട്ട്. നാളെ ഒരു ആക്സിഡന്റിൽ മരിക്കുകയാണ്, ബൈക്ക് ആക്സിഡന്റിൽ മരിക്കുകയാണ്. ഇപ്പൊ എടുത്തിട്ട് ഒരു ചെറുപ്പക്കാരൻ, ഇവിടെ തന്നെയാണെന്ന് എനിക്കറിയില്ല, ഒരു സിലിണ്ടർ പൊട്ടിയിട്ട് 1 വർഷമായ ഒരു ചെറുപ്പക്കാരൻ മരിച്ചിട്ടെന്ന് പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ കരുതിയോ ഞാൻ മരിക്കുമെന്ന്? അങ്ങനൊരു ആകസ്മികമായി അപ്രതീക്ഷിതമായിട്ടൊരു മരണം നിനക്ക് വന്ന, നീ എന്തുണ്ടാക്കി റബ്ബിന് വേണ്ടിയിട്ട്? ഖബറിലേക്ക് എന്തുണ്ടാക്കി ആലോചിക്കുക. കുറെ കളിച്ചു നടന്നത് ഖബറിലേക്ക് ഉപകരിക്കോ? കുറെ ബൈക്കിൽ പോയതും കാറിൽ സഞ്ചരിച്ചതും ഖബറിലേക്ക് കിട്ടുമോ? സോഷ്യൽ മീഡിയയിൽ കളിച്ചത് ഖബറിലേക്ക് ഉപകരിക്കോ? ആലോചിക്കണ്ടേ ചെറുപ്പക്കാരാ? ഒന്ന് മനസ്സിരുത്തി തല പുകഞ്ഞൊന്ന് ഇങ്ങനെ ചിന്തിച്ചിട്ട് അള്ളാഹുവിന് വേണ്ടി സമയം കണ്ടെത്തി. എല്ലാത്തിനും ഒരു ദിവസം ഒരു ജുസ് ഓതാൻ വേണ്ടി ഒരു അരമണിക്കൂർ മാറ്റിവെക്കും. ഒരു ദിവസം ഒരു ജുസ്. ഓരോ ഇംഗ്ലീഷ് മാസങ്ങൾ കഴിയുമ്പോൾ ഓരോ ഖത്തം തീരട്ടെ. സെപ്റ്റംബർ 29 ഇന്നേക്ക് 29 ജുസ് ഓതി തീർക്കണം. നാളെ 30 ജുസ് നാളേക്ക് തീരണം. ഒക്ടോബർ 1 ആകുമ്പോൾ 1ാമത്തെ ജുസ് തുടങ്ങണം. ഒക്ടോബർ 30 ആകുമ്പോൾ 30 ജുസ് കഴിഞ്ഞ് ഒരു ഖത്തം തീരണം. പിന്നെ നവംബർ 1 ഒരു ജുസ്, 2 2 ജുസ്, 3 3 ജുസ്, ഇങ്ങനെ പോകട്ടെ. പിന്നെ റമളാൻ വരുമ്പോ പിന്നെ ഒന്നും കൂടി ഒരു ദിവസം ഒരു 3 ജുസ് ആക്കി മാറ്റും. 3 ജുസ് ആക്കി മാറ്റും. റമളാൻ കഴിയുമ്പോൾ 3 ഖത്തം തീരട്ടെ. എന്തെളുപ്പമാണ്. നിങ്ങളൊന്ന് ശീലിച്ചാൽ നിങ്ങൾക്കൊരു ജുസ് ഓതാതെ കിടന്നിറങ്ങാൻ പറ്റൂല. ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരാം. നിങ്ങൾ ഒരു മാസം ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു. ഒരു ദിവസം ഒരു ജുസ് ഓതാതെ ഞാൻ ഉറങ്ങില്ല എന്ന് വാശി പിടിച്ചു. നിങ്ങൾ ഒരു മാസം ഇത് ചെയ്തൊരു ഖത്തം തീർത്താൽ അടുത്ത മാസം നിങ്ങൾക്ക് ഒരു ഖത്തം തീർക്കാതെ ആ മാസത്തെ നിങ്ങൾക്ക് എന്ത് കടന്നു പോകാൻ പറ്റൂല. ചെയ്യണം. തമാശയല്ല ഇത്. റബ്ബിന് വേണ്ടി ഇതൊക്കെ ചെയ്തു വെക്കണം. ഖബറിലേക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു വെക്കണം. അവസാനം മരിക്കുമ്പോ 2 കൈയും നീട്ടി ഒന്നുമില്ലാതെ മരിച്ചു പോകുന്നവരിൽ പെടാൻ പാടില്ല. അള്ളാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. ولدتك أمك ابن آدم باكيا والناس حولك يضحكون سرورا. നീ നിന്റെ മാതാവിന്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ നീ കരയുകയാണ്, നാട്ടുകാരെല്ലാം ചിരിക്കുകയാണ്. അതുകൊണ്ട് വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൂ ഫീ ഹാലി മൗതിക ളാഹികം മസ്റൂറാ. പൊന്നുമോനെ, നിന്റെ ചുറ്റുഭാഗത്തും നിന്റെ ഉമ്മയും നിന്റെ ഉപ്പയും നിന്റെ മക്കളും സഹോദര സഹോദരിമാരും ചങ്ങാതിമാരും കരഞ്ഞുകൊണ്ട് വിങ്ങിപ്പൊട്ടുന്ന സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് പടച്ച റബ്ബിലേക്ക് മടങ്ങാൻ നീ തയ്യാറാവണം. അതിനു വേണ്ടിയിട്ടാണ് ഒരു മാസം ഒരു ഖത്തം ഓതി തീർക്കാൻ പറഞ്ഞത്.